അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ മൂന്നാമത്തെ ജുസീൻ്റെ ആരംഭത്തിൽ തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്ത്, അലമു ആയത്തും ഫി കിതാബില്ലാ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ആയത്തുൽ കുർസി പാരായണം ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടി ലഭിച്ച സമയത്ത് റസൂലുള്ളാഹ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള 6000-ഓളം ആയത്തുകൾ അത് ഓരോന്നും ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്തായിട്ട് കടന്നു വരുന്ന ആയത്തുൽ കുർസി. അത് ഏറ്റവും ശ്രേഷ്ഠമാകാനുള്ള കാരണം ആ ആയത്ത് സംസാരിക്കുന്നത് അള്ളാഹിനെ സംബന്ധിച്ച് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള 15-ലധികം നാമങ്ങളും അതേപോലെ തന്നെ വിശേഷണങ്ങൾ, സിഫത്തുകളെല്ലാമാണ് ആയത്തിൻ്റെ കണ്ടന്റ്. ഇസ്മുൽ അളം ആയത്തുൽ കുർസി അതിൻ്റെ കണ്ടന്റും അതേപോലെ തന്നെ അതിൻ്റെ ഘടന അതെല്ലാം മണിക്കൂറുകളുടെ വിശദീകരണം ആവശ്യമാണ്. നമ്മൾ അതിനെ സംബന്ധിച്ച് കേവലം പരാമർശിച്ച് പോവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു ഹദീസ്, സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ആ ഫിത്ർ സക്കാത്തിൻ്റെ ബൈത്തുൽ മാലിൻ്റെ സംരക്ഷകനായിട്ട് അതിൻ്റെ കാവൽക്കാരനായിട്ട് നിയോഗിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുകയാണ്. രാത്രി ഒരല്പം വൈകിയ വേളയിൽ അദ്ദേഹം ഒന്ന് മയങ്ങിയ സമയത്ത്, ഒന്ന് മയക്കം വന്ന സമയത്ത് പെട്ടെന്ന് ശബ്ദം കേട്ട് എഴുന്നേൽക്കുകയാണ്. അത് മോഷ്ടിക്കാൻ വേണ്ടി ഒരു മോഷ്ടാവ് അവിടെ കയറിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടികൂടി. അയാൾ നിരവധി എക്സ്ക്യൂസുകളെല്ലാം പറഞ്ഞ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അക്കാര്യം പിറ്റേ ദിവസം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അയാൾ വീണ്ടും വരും. അങ്ങനെ രണ്ടാമത്തെ ദിവസവും അയാളെ കയ്യോടെ പിടികൂടിയ സമയത്ത് നിരവധി പ്രാരാബ്ധവും പട്ടിണിയെല്ലാം എക്സ്ക്യൂസുകളായിട്ട് പറഞ്ഞ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സലിഞ്ഞ് അയാളെ വീണ്ടും വിട്ടയക്കാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ കാര്യം അന്വേഷിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടായ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അയാൾ പറഞ്ഞത് മുഴുവൻ കളവാണ്, അയാൾ വീണ്ടും വരും. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇനി എന്ത് പറഞ്ഞാലും അയാളെ വിടില്ല, ഞാൻ അയാളെ പിടിച്ച് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ബന്ദിയാക്കി റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുമെന്നെല്ലാം ഉറച്ച തീരുമാനമെല്ലാം എടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വെയിറ്റ് ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ ദിവസവും വന്നു. അയാൾ ഇതേ രൂപത്തിൽ കയ്യോടെ പിടികൂടി. ആ സമയത്ത് അയാൾ നിരവധി എക്സ്ക്യൂസുകൾ പറഞ്ഞു. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതൊന്നും കേൾക്കാൻ സന്നദ്ധമായില്ല. അപ്പോൾ അവസാനം രക്ഷയില്ലെന്ന് കണ്ട സമയത്ത് അയാൾ പറഞ്ഞു, ഞാൻ അങ്ങേയറ്റം ഉപകാരപ്രദമായിട്ടുള്ള ചില അറിവുകൾ, ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കോ. അപ്പോൾ വിജ്ഞാനദാഹിയായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൗതുകത്തോടു കൂടെ ചോദിച്ചു എന്താണത്. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കൾ വിരിപ്പിലേക്ക് പോകുന്ന സമയത്ത് രാത്രി ആ ആയത്തുൽ കുർസി ആ ഭാഗം നിങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ പ്രഭാതം വരെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഒരു സംരക്ഷകനെ നിയോഗിക്കും. പിശാചിന് പ്രഭാതം വരെ നിങ്ങളെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ പിശാചിന് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് അയാൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അറിവ് ലഭിച്ചതോടുകൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ മോചിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിലും റസൂലുള്ളാഹി അതേ ചോദ്യം ആവർത്തിച്ചു, നീ ഇന്നലെ പിടിച്ച ആളെവിടെ? അദ്ദേഹം ഈ കാര്യം പറഞ്ഞു കൊടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞ 3 ദിവസവും നിന്റെ സമീപത്ത് വന്നത് അത് പിശാചായിരുന്നു. പക്ഷേ ആ മൂന്നാമത്തെ ദിവസം അയാൾ പറഞ്ഞ കാര്യങ്ങൾ സ്വദഖക വഹുവ കദൂബ്, അയാൾ പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷേ അയാൾ നുണയനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ആ വന്ന അയാൾ നുണയനാണെങ്കിലും ആ ഒരു വിഷയത്തിൽ അയാൾ സത്യം പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി അതിനെ ശരിവെക്കുകയാണ്. അപ്പോൾ ആ സത്യം അത് ആര് പറഞ്ഞാലും ആ പറയുന്ന കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. നേർവിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. അതായത് പറയുന്നത് എത്ര വലിയ സത്യമാണെങ്കിലും അത് ആര് പറയുന്നു എന്നുള്ളതിലേക്ക് മാത്രമാണ് നമ്മുടെ ഫോക്കസ്. അതേപോലെ തന്നെ ആയത്തുൽ കുർസിയുടെ മഹത്വം വിശദീകരിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരാൾ ഫർദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അയാൾക്കും സ്വർഗത്തിനുമിടയിലുള്ള ഏക തടസ്സം അയാളുടെ മരണം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അത്ര സിമ്പിളായിട്ടൊരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യാൻ മാക്സിമം ഒരു 10-15 സെക്കൻഡ് മാത്രം മതി. അപ്പോൾ ദിനേന 5 ഫർദ് നമസ്കാരത്തിന് ശേഷം 5 തവണ ചൊല്ലാൻ 2 മിനിറ്റിൽ താഴെ സമയം മാത്രമേ വേണ്ടതുള്ളൂ. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരം സ്വർഗ്ഗമാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതത്ര സിമ്പിളാണോ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പാണ് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അത്ര സിമ്പിളായിട്ടും അത് സ്ഥിരമായിട്ട് അനുഷ്ഠിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ശ്രോതാക്കളായിട്ടുള്ള പറയുന്ന എന്നോടും കേൾക്കുന്ന ശ്രോതാക്കളോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാത്ത ആളുകൾ അത് സ്ഥിരമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക. ദിനേന നമസ്കാര ശേഷം അദ്കാറുകൾക്ക് ശേഷം ആയത്തുൽ കുർസി പതിവാക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അളമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ആയത്തിന് ശേഷം അള്ളാഹിൻ്റെ ആ മഹത്വം, എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രം ആരാധനയ്ക്ക് അർഹനാകുന്നത്, അതെല്ലാം പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അള്ളാഹു പറയുന്ന കാര്യം ശ്രദ്ധയാണ്. അടുത്ത ആയത്തിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല.
ആ സത്യവും അസത്യവും എല്ലാം വളരെ കൃത്യമായിട്ട് വേർതിരിഞ്ഞ് കിടക്കുകയാണ്. ഒരാളെയും അത് അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ഓരോ ആളുകളുടെയും ഇഷ്ടത്തിനനുസരിച്ച് അത് സ്വീകരിക്കാം. അതിൻ്റെ പരിണിത ഫലങ്ങൾ പിന്നീട് അയാൾ കണ്ടുമുട്ടേണ്ടി വരും. അതാണ് അള്ളാഹു പിന്നീട് പറയുന്നത്. കാരണം നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ ഹൃദയത്തിൻ്റെ മന്ത്രങ്ങൾ അറിയാവുന്ന, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, സൂറത്ത് ഖാഫിന്റെ 16-ാമത്തെ ആയത്ത്. നമ്മളെക്കാൾ അറിയാവുന്ന, അലാ യഅലമു മൻ ഖലഖ്, നമ്മുടെ ഹൃദയങ്ങളെക്കാൾ നമ്മളോട് അടുത്ത ആ റബ്ബിൻ്റെതാണ് ഈ ഒരു മതം. ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മക്കയിൽ ശത്രുക്കൾ ക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ച് അവസാനം അവരുടെ നിർബന്ധം കാരണം കുഫറിൻ്റെ ആ നിഷേധത്തിൻ്റെ ചില പദങ്ങൾ അദ്ദേഹം നാവുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം വിഷമം കാരണം പൊട്ടിക്കരഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയ സമയത്ത് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, കൈഫ യാ അമ്മാർ കൈഫ തജിദു ഫീ ഖൽബിക്, അമ്മാർ നിങ്ങൾ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഏത് രൂപത്തിലാണ് ഈ സമയത്ത് വിശ്വാസമുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ ദൃഢമായ അതേ രൂപത്തിൽ തന്നെയുണ്ട്. അവരുടെ നിർബന്ധം കാരണം ഞാൻ നാവുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, ഇനിയും അഥവാ അവർ ആ ക്രൂരതകൾ ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം ഹൃദയത്തിൽ ആ ദൃഢവിശ്വാസമുള്ളിടത്തോളം കാലം നിങ്ങൾ വിശ്വാസിയാണ്. കാരണം അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല, മറിച്ച് വലാകിൻ അല്ലാഹ യൻദുറു ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയം അറിയാവുന്നവൻ്റേതാണ് ഈ ഒരു മതം. അതുകൊണ്ട് തന്നെ ഈ ഒരു മതം ഒരു നിലക്കും മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാനും സാധ്യമല്ല. ചിന്തിച്ചു നോക്ക്, അതായത് ഇപ്പം നിങ്ങളൊരാളെ നിർബന്ധിച്ച് അയാൾക്ക് യാതൊരു ഇഷ്ടമില്ലാതെ ഫോഴ്സ്ഫുള്ളി അയാളെ മുസ്ലിം ആക്കി എന്ന് കരുതുക. അപ്പം അയാളുടെ അകത്ത്, അയാളുടെ ഹൃദയത്തിൽ അപ്പോഴും അയാൾ നിഷേധിയാകും. പുറമേക്ക് മാത്രമാണ് അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. അത് കാപട്യമാണ്. അപ്പം അള്ളാൻ്റെ കണ്ണിൽ അയാൾ ആ അവിശ്വാസത്തിൽ തുടരുന്നതാണ് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ബെറ്റർ. പിന്നെ എങ്ങനെയാണ് ഒരാളെ നിർബന്ധിക്കുക? അപ്പം അതുകൊണ്ട് തന്നെ ഒരു നിലക്കും ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിലക്കുള്ള നിർബന്ധം ഈ ഒരു മതത്തിലില്ല.